ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലെ ബില്ല് റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് രാജീവനും ശിവനും പറയുമ്പോൾ അതൊക്കെ അയാളുടെ കടമയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. രാത്രി 1:30 മണിക്ക് വണ്ടിയും കൊണ്ട് പോയി ആക്സിഡന്റ് ഉണ്ടാക്കി വെച്ചിട്ട് ന്യായം പറയുന്നു. നിനക്ക് സമാധാനപരമായി പോകണമെന്നൊന്നും ഇല്ലേ വൈജയ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോദ്യം കേട്ടപ്പോൾ ദേഷ്യപ്പെട്ട് അവരെ നോക്കി കിടക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നു. പിന്നീട് മനു അലീനയുടെ ഫോട്ടോയൊക്കെ സൂം ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം അലീനയെ വിളിച്ച് കടപ്പാട്ടൂര് വന്ന് ഒരു പെൺകൊച്ചിനെ കണ്ടതിന് ശേഷം ഒരു സമാധാനവുമില്ല എന്ന് പറഞ്ഞ് കട്ടിലിൽ അലീനയെ ഓർത്ത് കിടക്കുന്നുണ്ട് മനു. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്കും കുറച്ച് നാണവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രനും കൃഷ്ണയും കൂടി വൈജയെ കാണാൻ ചെല്ലുമ്പോൾ വൈജ ഒരു എൻവലപ്പ് എടുത്തു നീട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ ചിലവായ തുക എത്രയാണെന്ന് വെച്ചാൽ എഴുതിയെടുക്കാം, ഇതൊരു ചെക്കാണ്, ഈ തുക അതിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പുച്ഛത്തോടു കൂടി പറയുന്നത്, നീ എന്റെ കണക്ക് തീർക്കാനോ, അത് ഈ ജന്മം നിനക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണ ബാലചന്ദ്രനെ നോക്കി നിൽക്കുന്നതാണ് പ്രമോവായി കാണിക്കുന്നത്. പെങ്ങളുടെ വഴക്കു തീർക്കാൻ വന്ന ആങ്ങളമാരൊക്കെ ബാലചന്ദ്രനോട് ആയുധം വെച്ച് കീഴടങ്ങി. എന്നാൽ വൈജയും ബാലചന്ദ്രനും അംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. കാത്തിരുന്നു തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങൾ. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സഹകരിക്കുക. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.